ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വരുൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനും ആ SIയും പിന്നെ കുറേ ഗുണ്ടകളും ഒക്കെ കൂടെ പ്ലാൻ ചെയ്ത് കൊന്നു കളഞ്ഞു. പക്ഷെ വാസുവിൻ്റെ ആൾക്കാർ അത് വിക്രം ചെയ്തതാണെന്നുള്ള ധാരണയിൽ, അതായത് ആ ശ്രീനിവാസൻ്റെ കൂടെയുള്ള പുളിക്കൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും വിക്രത്തെ തേടി നടക്കുകയാണ്. എല്ലായിടത്തും നടന്ന് വിക്രത്തെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ വീട്ടിൽ കയറി ശ്രീജയുടെ ആ ഒരു കുഞ്ഞു സംരംഭം അതെല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ചു. അതിനുശേഷം വാതിലിൽ വന്ന് കൊട്ടു. അപ്പോൾ ഇതെന്താ ഈ ശബ്ദം എന്ന് കേട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ഇറങ്ങി ചെന്നപ്പോഴേക്കും എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വാതിൽ തുറക്കാവുന്നു. വേണ്ട, ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ട് ആരെങ്കിലും വന്നതാണെങ്കിൽ വാതിൽ തുറക്കണ്ട എന്ന് കമല പറയുമ്പോൾ എങ്ങനെ പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നത്, ആരാ വന്നത്, എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേന്ന് പറഞ്ഞ് വിനായകനോട് വാതിൽ തുറക്കാൻ പറഞ്ഞു. വിനായകൻ ചെന്ന് വാതിൽ തുറക്കുമല്ല, ഒരൊറ്റ ചവിട്ടായിരുന്നു വിനായകൻ്റെ നെഞ്ചു നോക്കി. അയ്യോ എന്നും പറഞ്ഞ് വിനായകൻ പോയി മറിഞ്ഞടിച്ചങ്ങ് വീണു. എന്നിട്ട് ഇവന്മാരെല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങ് കയറി അങ്ങ് വന്നു. അപ്പോൾ ഇവരെല്ലാവരും പേടിച്ച് ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. വിക്രം എവിടെ ഇടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവന്മാർ ശബ്ദം ഉയർത്തുന്നു. വിക്രം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വാസുവൻ സാറിൻ്റെ മകനെ കൊന്നിട്ട് അവനിവിടെ കയറി സുഖിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ, ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ, നീയൊക്കെ അവൻ ഒളിപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീട്ടിൽ കൂടെ കയറി ഇറങ്ങി അവന്മാർ മുഴുവൻ തപ്പോ. ഇവിടെ ഇല്ല, വിക്രം ഇവിടെ ഇല്ല, അവനങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന്മാർ വിട്ടുകൊടുക്കുമോ? അവന്മാരാണെങ്കിൽ കയറിയിൽ അടിച്ച് തകർത്ത് മുഴുവനും പരുവാക്കി. അത് കഴിഞ്ഞിട്ട് അവൻ എവിടെ പോയി ഒളിച്ചാലും അവൻ ഇനി ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഇവരെ വെല്ലുവിളിക്കുക. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് ഇവന്മാരങ്ങ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും മാഷയെന്നും പറഞ്ഞുകൊണ്ട് കമലയ്ക്ക് ഭയങ്കര പേടി, അതുപോലെ ശ്രീജയ്ക്ക് ഭയങ്കര പേടിയെ. എന്നിട്ടിങ്ങനെ ഇവരെന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. വിക്രം കൊന്നെന്നോ എന്തൊക്കെയാ പറയുന്നത്, എൻ്റെ മോൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് അച്ഛനും മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആകെ തകർന്നതായിട്ട് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ വിശ്വനാണെങ്കിലും വിനായകനാണെങ്കിലും ഒക്കെ വിക്രം എവിടെയെന്നുള്ളൊരു ചോദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിക്രം ഇവിടെ നിന്ന് പോയിട്ട് കുറേ നേരം ആയില്ലേ, വിക്രത്തിന് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുമോ, എനിക്ക് പേടിയാവുക എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവന്മാർ തെറ്റിദ്ധരിച്ച് വന്ന് ഇനി എൻ്റെ മോനെ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ അമ്മ. അപ്പം നീ കരയാതിരിക്കുക കമലെ, എന്താ സംഭവിച്ചതെന്ന് എങ്ങനെ അറിയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ആരെയൊക്കെയോ നമ്മുടെ അച്ഛനൊക്കെ വിളിക്കാൻ നോക്കുക. അപ്പോൾ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സമയത്ത് ആരോട് എന്ത് ചോദിക്കണമെന്നും അറിയില്ല. ലാസ്റ്റ് ശ്രീനിവാസനെ തന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരിതിൽ ഇങ്ങനെ അവർ തീരുമാനിക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ വിശ്വനെ കൊണ്ടാണ് അച്ഛൻ വിളിപ്പിക്കുന്നത്. വിശ്വൻ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുവാണ്. ഇവിടെ വാസുവിൻ്റെ ആൾക്കാർ വന്നായിരുന്നു, വിക്രം അയാളുടെ മകനെ കൊന്നെന്ന് പറഞ്ഞു, എന്താ സാർ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊരിക്കലും വിക്രം ചെയ്തതല്ലെന്നും വിക്രത്തിനെതിരെ ആരോ ഒരു കെണിയാണതെന്നുള്ള കാര്യം അവിടുന്ന് അവർ വിനായകനോട് പറയുക. വാസുവിൻ്റെ മകൻ മരിച്ചു, ഇങ്ങനെ ഈ ഒരു പ്രചരണത്തിൻ്റെ ഇടയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ആരോ വന്ന് വരുണിനെ കുത്തിയെന്നും അങ്ങനെയാണ് വരുൺ മരിച്ചതെന്നുള്ള കാര്യം പറയാം. അതിപ്പോൾ വിക്രമാണെന്നാണ് പറയുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ വിശ്വനാകെ നടുങ്ങിപ്പോയി. അപ്പോൾ വിക്രം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വിക്രം എവിടെയാണെന്ന് അറിയില്ല എന്ന കാര്യവും പറയുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കാര്യം വിശ്വൻ അച്ഛനോടും അമ്മയോടും വീട്ടിലുള്ളവരോടും പറയാം. അപ്പോൾ നന്ദനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി അങ്ങ് വിടർന്നു. ആ സമയത്ത് അമ്മ പറഞ്ഞില്ല, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ ഒരിക്കലും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിന്ന് കരച്ചിലും തുടങ്ങി. അപ്പോൾ മാഷും പറഞ്ഞു അവനങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താണ് ചതി നടന്നിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ കമലെന്ന് പറഞ്ഞുകൊണ്ട് മാഷും അങ്ങനെ പറയുക. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പത്രം വന്ന സമയത്ത് നമ്മുടെ വേദയുടെ അച്ഛൻ പത്രം വായിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. അപ്പോൾ എല്ലാവരും വന്ന സമയത്ത് പത്രത്തിൽ നിന്ന് എന്താ എന്നൊക്കെയുള്ളതിൽ ഇവനൊന്നും അറിയാത്ത പോലെ നിൽക്കുക ഈ ശ്രീകാന്ത്. അപ്പോൾ ഇത് ഞാൻ വായിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് വായിച്ച് നോക്കുക ശ്രീകാന്ത്. ഭയങ്കര ഞെട്ടലോടുകൂടി ഭയങ്കര ഭാവാഭിനയത്തോടു കൂടി അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക മകൻ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ദീപ്തി വന്നു. ഇന്നെന്താ എല്ലാവരും പതിവില്ലാതെ പത്രം വായിക്കുന്നതെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ദീപ്തിയും വന്ന് ഈ പത്രം അങ്ങ് പത്രം മേടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വരുണിൻ്റെ പടം സഹിതം ആദരാഞ്ജലികൾ എന്നും പറഞ്ഞിങ്ങനെ കിടക്കുക. ഇത് കണ്ട പാടെ നമ്മുടെ ദീപ്തി പെട്ടെന്ന് തല കറങ്ങി അങ്ങ് വീണു. അപ്പോഴത്തേക്കും വേദ അങ്ങോട്ടേക്ക് വരുമായിരുന്നു. വേദ ഓടി വന്ന് അനിയത്തെ അങ്ങ് പിടിച്ചപ്പോഴത്തേക്കും പത്രവും പത്രം മേടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വരുണിൻ്റെ പടം ആദരാഞ്ജലികൾ ഇന്ന ഇത് കാരണങ്ങളും എഴുതിയേക്കുന്നു.
ഇത് കണ്ടപാടെ വേദ സ്തംഭിച്ചു പോയി. അപ്പോഴത്തേക്കും ദീപ്തി അങ്ങ് വീണു. പെട്ടെന്ന് മോളേന്നും പറഞ്ഞുകൊണ്ട് വേദയും കയറി പിടിച്ചു. പിന്നെ വർഷം വന്നു, അമ്മ വന്നു, എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ദീപ്തി അവിടെ കൊണ്ടുപോയി കിടത്തുക. അപ്പോഴത്തേക്കും കിട്ടിയ അവസരമല്ലേ, ഈ ശ്രീകാന്ത് ചാടിക്കയറി അച്ഛനോട് പറയുവാണ്, ഇത് ആ വിക്രം ഒപ്പിച്ച പണിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അവൻ ഈ ജീവിതത്തിൽ നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവൻ ഈ അച്ഛനോട് പറയാം. അപ്പോൾ ഇത് വേദ കേട്ടു. അപ്പം കിട്ടിയ അവസരം ഇപ്പം മുതലെടുക്കുകയാണെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. വേദ എന്നിട്ട് ശ്രീകാന്തിനെ ശരിക്കും അങ്ങ് നോക്കുവാണ്. ശരിക്കും അടിമുടി അങ്ങ് നോക്കി അങ്ങ് വേദ നിൽക്കുക കേട്ടോ. ഇവനെ നേരത്തേക്കും അച്ഛനോട് നമ്മുടെ വിക്രത്തിൻ്റെ കുറേ കുറ്റങ്ങളും അങ്ങ് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, അവൻ നിരപരാധിയാണെന്നും പറഞ്ഞു പണ്ട് എല്ലാവരും കൂടി അവനെടുത്ത് തലയിൽ വെച്ചതാണ്. ഇപ്പം കണ്ടില്ലേ, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് അങ്ങ് പ്രസംഗിക്കുക അച്ഛൻ്റെ മുന്നിൽ. ആ സമയത്ത് വിക്രം ഇങ്ങനെ ചെയ്യുമോ എന്ന് പത്മം ചോദിച്ചു. പിന്നെ പത്രത്തിൽ വന്നിരിക്കുന്നത് എന്താമേ, അവൻ ചെയ്യാത്തൊരു കാര്യം ചുമ്മാ പത്രത്തിൽ എഴുതി പിടിപ്പിച്ച് വിടുവോ എന്നൊക്കെ ചോദിച്ചോട്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭയങ്കര എല്ലാവരും ആകെ തകർന്നിരിക്കുക. അപ്പോൾ ദീപ്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ദീപ്തിക്ക് വളരെ ഇതായിപ്പോയി. അങ്ങനെ ദീപ്തി ആകെ തകർന്ന് കിടക്കണം. ദീപ്തിയെ നോക്കാനായിട്ട് അമ്മയും അച്ഛനങ്ങ് പറഞ്ഞും വിട്ടു. എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണ വീട്ടിലേക്ക് നമ്മുടെ വരൻ്റെ ബോഡി കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്ന ബോഡിക്ക് ചുറ്റിനും ഇരുന്ന് ചങ്ക് പൊട്ടി കരയുവാണ് അമ്മ. അതുപോലെ തന്നെ പെങ്ങളും വാസുവനും ആകെ തകർന്ന് നിൽക്കും. എല്ലാം കൈവിട്ട് പോയൊരിത്. അപ്പോൾ നല്ലവനായ മകൻ തീർന്നതിൻ്റെ ആ ഒരു ദേഷ്യവും കലിപ്പും അല്ലെങ്കിൽ ആ ഒരു താങ്ങാൻ പറ്റാത്ത സങ്കടമൊക്കെ ആയിട്ട് നമ്മുടെ വാസുവൻ ഇങ്ങനെ നിൽക്കുക. വാസുവനെ താങ്ങി പിടിച്ച് വാസുവൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഉണ്ട്. അമ്മയാണെങ്കിൽ എൻ്റെ പൊന്നുമോനേന്നും വിളിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അവിടെ ആൾക്കാരെല്ലാം കൂടി. അപ്പോഴത്തേക്കും ഭയങ്കര രക്ഷാകവചം അല്ലെങ്കിൽ രക്ഷകന്മാരായിട്ട് ഇവന്മാർ രണ്ടുപേരും ശ്രീകാന്തും അമ്മായച്ചനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പിന്നെ വാസുവൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ വാസുവിന് ഒരിക്കലും ഒരു സംശയം തോന്നരുത്. ഇവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. നമ്മളെ തോപ്പിച്ച് കളഞ്ഞല്ലോ വാസുവ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ്റെ ഡയലോഗോ അതിനപ്പുറവും. അങ്ങനെ വാസുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇരുത്തുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. ഭയങ്കര അഭിനയം, തകർത്താടിക്കൊണ്ടിരിക്കുക അവർ. ആ സമയത്താണ് ശ്രീനിവാസൻ ബോഡി കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെയൊക്കെ പോയി പുളിക്കൻ കൂടെയുണ്ട്. അവനിങ്ങനെ അവിടെ തൊടാതെ ഇവിടെ തൊടാതെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ശ്രീകാന്തിനെയൊക്കെ നോക്കിയിട്ട് കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവന്മാരാണെ കണ്ണും കൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ തകർന്ന് നിൽക്കുന്ന വാസുവിൻ്റെ അടുത്തേക്ക് ശ്രീനിവാസൻ വന്നു. ശ്രീനിവാസൻ വന്നിട്ട്, നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ചതി അത് ഒരിക്കലും വിക്രം ചെയ്ത ചതിയല്ല, ഒരിക്കലും വിക്രമല്ല നിന്നെ ചതിച്ചത്. ഇത് മറ്റേതോ ശത്രുവിൻ്റെ കൊട്ടേഷൻ ആണെന്നുള്ള കാര്യം ശ്രീനിവാസൻ ഈ പറയുന്ന വാസുവനോട് പറഞ്ഞു. വാസുവൻ ഇതൊന്നും കേൾക്കുന്ന ഭാവം പോലുമില്ല. ഇങ്ങനെ മേലോട്ട് നോക്കി തലയും കുമ്പിട്ട് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ശ്രീനിവാസൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ അങ്ങോട്ടേക്ക് വന്നപ്പം ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. അപ്പോൾ ശ്രീനിവാസനും വേദയും കണ്ടു മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വേദ ഇങ്ങനെ ശ്രീനിവാസനെ തന്നെ നോക്കുന്നു. ശ്രീനിവാസൻ പറയുകയാണ് വേദയോട്, ഇതൊരിക്കലും വിക്രം ചെയ്തതല്ല, വിക്രത്തെ ആരോ ചതിച്ചതാണെന്ന്. വിക്രത്തിൻ്റെ ഭാവി തകർക്കാൻ അല്ലെങ്കിൽ വിക്രത്തെ ജയിലിൽ അടയ്ക്കാൻ ഇതിനകത്ത് ആരോ കാര്യമായി കളിച്ചതാണെന്ന കാര്യം ശ്രീനിവാസൻ തന്നെ വേദയോട് പറയാം. ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞില്ലെങ്കിലും വേദയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇതിനകത്ത് കളിച്ചത് ആരാണെന്ന്. പക്ഷെ വിക്രം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും, അതുപോലെ വിക്രം അവിടെ രാജേട്ടൻ്റെയും അതുപോലെ കുഞ്ഞൂട്ടൻ്റെയൊക്കെ കൂടെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ആ സമയത്താണ് അവിടെ മരണം സംഭവിച്ചതെന്നുള്ള കാര്യമെല്ലാം ആ ഒരു കിട്ടിയ സമയം കൊണ്ട് ശ്രീനിവാസൻ നമ്മുടെ വേദയെ അറിയിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്കും ആകെ ഇതായിപ്പോയി. ഇത്രയും നേരം വേദയ്ക്കൊരു ടെൻഷനുണ്ടായിരുന്നു, വിക്രം അത് ചെയ്തോ എന്നുള്ളൊരു ഉൾപ്പേടി. പക്ഷേ ഇപ്പോൾ ശ്രീനിവാസൻ അത് പറയുന്നത് കേട്ടപ്പോൾ വേദയ്ക്ക് കൃത്യമായി മനസ്സിലായി അത് നമ്മുടെ വിക്രം ചെയ്തതല്ല. ഇതിനകത്ത് ഇവരെ ചതിക്കാൻ, വിക്രത്തെ പെടുത്താൻ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ കളിച്ച കളിയാണെന്ന് അത് വേദയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ അകത്തേക്ക് കയറി പോയിരുന്നു. ശ്രീനിവാസൻ അങ്ങ് പോവുകയും ചെയ്തു. വേദ ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും ഇവന്മാർ രണ്ടുപേരും കൂടെ കൈയും കെട്ടി ഭയങ്കരമായിട്ട് സങ്കടഭാവത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. വേദ വന്ന് ഇവനെ ഒന്ന് നോക്കി. ഇവനന്നേരം വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. വേദയ്ക്ക് സത്യങ്ങൾ അറിയാം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ വേദ ഇവനെ നോക്കുവാണ്. അങ്ങനെ പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനെ കൊന്നത് വിക്രത്തിൻ്റെ തലയിൽ ഇട്ട് കളഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ശ്രീകാന്ത് രക്ഷപ്പെടില്ല എന്നുള്ള ഒരു നോട്ടത്തിൻ്റെ അർത്ഥം
ആ രീതിയിലാണ് നമ്മുടെ വേദ നോക്കുന്നത്. വേദയുടെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. കാരണം മുഖത്ത് നോക്കാനുള്ള ഗട്ട്സ് ഇല്ല. കാരണം താനാണ് കൊന്നതെന്ന് വേദയ്ക്ക് മനസ്സിലായി, ഇവനും മനസ്സിലായി, അച്ഛനും മനസ്സിലായി. വേദ എന്നിട്ട് ഇവരെ നോക്കിക്കൊണ്ട് അകത്തേക്ക് ബോഡിയുടെ അടുത്തേക്ക് കയറി പോവുക. എന്നിട്ട് അവിടെ ചെന്നിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വരുണിൻ്റെ ബോഡി നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ തകർന്ന് തരിപ്പണമായി വേദ നിൽക്കുന്നു. ഇനി ഈ ഒരു വരവിൻ്റെ പിറകിൽ വാസുവിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയുക എന്നുകൂടി ഒരു ലക്ഷ്യം നമ്മുടെ വേദയ്ക്കുണ്ട്. അതും കൂടിയാണ് വേദ ലക്ഷ്യമിടുന്നത്. എന്തായാലും വേദ ഇനി വിക്രം നിരപരാധിയാണെന്നും വിക്രം ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നും കോടതിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ ഒരുപാട് കിടന്ന് ഓടേണ്ടി വരും. വേദ ഓടുക തന്നെ ചെയ്യും വിക്രത്തിന് വേണ്ടിയിട്ട്. അവിടെയും ശ്രീകാന്തിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.